നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പിയായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടു കൂടി വെജിറ്റബിൾ നൂഡിൽസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം നൂഡിൽസാണ് എടുത്തേക്കുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ ഈ ടൈപ്പ് നൂഡിൽസാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് നൂഡിൽസ് വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത ഉടനെ ഇത് ഇളക്കണ്ട കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി. 5-6 മിനിറ്റ് മതി നൂഡിൽസ് വേകാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് നേരം ഇട്ട് നൂഡിൽസ് വേവിക്കരുത്. നൂഡിൽസ് വെന്തങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഊറ്റിയെടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ആക്കി വെക്കാം. നൂഡിൽസിൽ ചേർക്കാൻ ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. ഒരു ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസ് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സ്പ്രിംഗ് ഒണിയനും ബീൻസും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ വേണം ചേർക്കാൻ. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കരുത്. വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ടയോ ബീഫോ ചിക്കനോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. സോസുകൾക്ക് ഉപ്പുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സോസൊക്കെ നൂഡിൽസിൽ എല്ലായിടത്തും എത്തത്തക്ക വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താലേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സ്പ്രിംഗ് ഒണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.